അസ്സലാമു അലൈക്കും. നരകങ്ങളുടെ വാതിൽ കൊട്ടിയടക്കപ്പെടുന്ന മാസം, സ്വർഗത്തിന്റെ വാതിൽ തുറന്നിടുന്ന മാസം, ഒരു പുണ്യം ചെയ്താൽ 70 പുണ്യം ചെയ്തതിന്റെ പ്രതിഫലം നൽകപ്പെടുന്ന മാസം, പരിശുദ്ധ ഖുർആൻ ഷരീഫ് ഇറക്കപ്പെട്ട മാസം, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദറിന്റെ രാവുള്ള മാസം. അതെ സുഹൃത്തുക്കളെ, മാസങ്ങളുടെ നേതാവ്, പുണ്യങ്ങളുടെ പൂക്കാലം പരിശുദ്ധ റമളാൻ നമ്മുടെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. റമളാനിന് 2 മാസം മുമ്പേ മുണ്ടുമുറുക്കി ഉടുത്ത് അതിനെ സ്വീകരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സജ്ജമാവുമായിരുന്നു എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, ആ റസൂലിന്റെ ഉത്തമ അനുയായികളായ നാമും തയ്യാർ ആവേണ്ടതുണ്ട് ആ പുണ്യമാസത്തെ വരവേൽക്കാൻ. നമ്മോടൊപ്പം മുമ്പത്തെ വർഷം ഉണ്ടായിരുന്ന പലർക്കും മരണം ഈ ഭാഗ്യം നിഷേധിച്ചപ്പോൾ റബ്ബ് നമുക്ക് വീണ്ടും ഒരവസരം കൂടി തന്നിരിക്കുകയാണ്. നാം അത് പാഴാക്കരുത്. സൽക്കർമ്മങ്ങൾ കൊണ്ടും സദഖകൾ കൊണ്ടും ഈ മാസം സമ്പന്നമാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. 2 നേരത്തെ ഭക്ഷണം ഒഴിവാക്കാൻ മാത്രമല്ല നോമ്പ്, മറിച്ച് പാവങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി തരുന്ന, പട്ടിണി പാവങ്ങളുടെ വിശപ്പിന്റെ കാഠിന്യം മനസ്സിലാക്കി തരുന്ന, സഹനത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും അതിർവരമ്പുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന, അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒന്നും കൂടിയാണ് റമളാൻ. ഇങ്ങനെയുള്ള ഈ റമളാനിൽ വയർ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്ന സമ്പന്നവർഗത്തിന്റെ വായിലേക്ക് ഇഫ്താർ പാർട്ടിയുടെ പേരും പറഞ്ഞ് ആഡംബരത്തിന്റെ വിഭവങ്ങൾ വീണ്ടും വീണ്ടും കോരിയൊരുക്കുന്നവരുടെ കൂടെ ആവരുത് നാം. മറിച്ച് ജീവിതത്തിൽ എന്നും നോമ്പ് പോലെ പട്ടിണിയും പരിവട്ടവും ആയി കഴിച്ചുകൂട്ടുന്ന പാവങ്ങളുടെ കൂടെ ആയിരിക്കണം നാം ഒരു ദിവസം ഒരു വിഭവത്തിന് ചിലവാക്കുന്ന പൈസ കൊണ്ട് ഒരു കുടുംബം മുഴുവൻ 1 മാസം ഉടനീളം നോമ്പ് തുറക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുന്നതല്ലേ സുഹൃത്തെ ഖൈർ. യതീമുകളും രോഗികളും പാവപ്പെട്ടവരും അള്ളാഹുവിനു വേണ്ടി നോമ്പനുഷ്ഠിച്ച് പള്ളി മിനാരങ്ങളിൽ മഗ്രിബ് ബാങ്ക് കേൾക്കുമ്പോൾ അവർ നോമ്പ് തുറക്കാൻ ഉപയോഗിക്കുന്ന കാരക്ക കഷ്ണത്തിനും ചെറുനാരങ്ങ വെള്ളത്തിനും പിന്നിൽ നിങ്ങളുടെ സമ്പത്തിന്റെ ഒരു വിഹിതമാണെങ്കിൽ അത് കഴിച്ച് നോമ്പ് തുറന്ന അവർ അൽഹംദുലില്ലാ എന്ന് ഒരു വാക്ക് ഉരുവിട്ടാൽ 1-ന് 70 വെച്ച് പ്രതിഫലം നൽകപ്പെടും എന്ന് പറഞ്ഞ ഈ പരിശുദ്ധ റംസാനിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എത്രത്തോളമായിരിക്കും? മഹ്ശറയിൽ സ്വർഗത്തിന്റെ വാതിലുകളിൽ ഒന്നായ റയ്യാൻ എല്ലാവരോടുമായി വിളിച്ചു പറയുമത്രേ, സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമാക്കി നോമ്പ് അനുഷ്ഠിച്ചവർ ആരാണ്? അങ്ങനെ അതിലൂടെ അതുപോലെ ചെയ്തവർ ഓരോന്നായി സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ആ വാതിൽ അടക്കപ്പെടുകയും ചെയ്യുമത്രേ. ആ വാതിലിലൂടെ സ്വർഗത്തിൽ കടക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധ റംസാനിനെ എല്ലാ അർത്ഥത്തിലും ബഹുമാനിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. റംസാൻ ആഖിറത്തിൽ ഗുണമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. നരകങ്ങളുടെ വാതിൽ കൊട്ടിയടക്കപ്പെടുന്ന മാസം, സ്വർഗത്തിന്റെ വാതിൽ തുറന്നിടുന്ന മാസം, ഒരു പുണ്യം ചെയ്താൽ 70 പുണ്യം ചെയ്തതിന്റെ പ്രതിഫലം നൽകപ്പെടുന്ന മാസം, പരിശുദ്ധ ഖുർആൻ ഷരീഫ് ഇറക്കപ്പെട്ട മാസം, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദറിന്റെ രാവുള്ള മാസം. അതെ സുഹൃത്തുക്കളെ, മാസങ്ങളുടെ നേതാവ്, പുണ്യങ്ങളുടെ പൂക്കാലം പരിശുദ്ധ റമളാൻ നമ്മുടെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. റമളാനിന് 2 മാസം മുമ്പേ മുണ്ടുമുറുക്കി ഉടുത്ത് അതിനെ സ്വീകരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സജ്ജമാവുമായിരുന്നു എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, ആ റസൂലിന്റെ ഉത്തമ അനുയായികളായ നാമും തയ്യാർ ആവേണ്ടതുണ്ട് ആ പുണ്യമാസത്തെ വരവേൽക്കാൻ. നമ്മോടൊപ്പം മുമ്പത്തെ വർഷം ഉണ്ടായിരുന്ന പലർക്കും മരണം ഈ ഭാഗ്യം നിഷേധിച്ചപ്പോൾ റബ്ബ് നമുക്ക് വീണ്ടും ഒരവസരം കൂടി തന്നിരിക്കുകയാണ്. നാം അത് പാഴാക്കരുത്. സൽക്കർമ്മങ്ങൾ കൊണ്ടും സദഖകൾ കൊണ്ടും ഈ മാസം സമ്പന്നമാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. 2 നേരത്തെ ഭക്ഷണം ഒഴിവാക്കാൻ മാത്രമല്ല നോമ്പ്, മറിച്ച് പാവങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി തരുന്ന, പട്ടിണി പാവങ്ങളുടെ വിശപ്പിന്റെ കാഠിന്യം മനസ്സിലാക്കി തരുന്ന, സഹനത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും അതിർവരമ്പുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന, അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒന്നും കൂടിയാണ് റമളാൻ. ഇങ്ങനെയുള്ള ഈ റമളാനിൽ വയർ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്ന സമ്പന്നവർഗത്തിന്റെ വായിലേക്ക് ഇഫ്താർ പാർട്ടിയുടെ പേരും പറഞ്ഞ് ആഡംബരത്തിന്റെ വിഭവങ്ങൾ വീണ്ടും